ഹായ് വ്യൂവേഴ്സ്, ആർജി തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് ഒരു സലാമത് ഖാൻ ടവർ എന്ന് പറയുന്ന ടവറുണ്ട്. അങ്ങോട്ട് പോവാണ്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ അങ്ങോട്ട് റോഡിൽ കൂടെ പോകുന്ന അങ്ങോട്ട് ആ മല കാണുന്ന മലയുടെ മണ്ടയ്ക്ക് കാണുന്ന ടവറിലാണ് നമുക്ക് പോവേണ്ടത്. അങ്ങ് ദൂരെ ഒരു കുഞ്ഞു ബിൽഡിങ് കാണുന്നുണ്ടല്ലോ, അതാണ് സലാമത് ഖാൻ ടവർ. ഇനി ആ മല കയറി നമ്മൾ അവിടെ ചെല്ലണം. നമ്മൾ ആ കാണുന്ന ടവർ ഈ നഗരത്തിൽ നിന്ന്, ഈ നമ്മുടെ സിറ്റിയിൽ നിന്ന്, അഹമ്മദ്നഗർ സിറ്റിയിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ മലയുടെ മണ്ടയ്ക്ക് നമ്മുടെ സിറ്റിയിൽ നിന്ന് ഒരു 700-800 അടി മുകളിലാണ് ആ ടവർ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് പറയുമ്പോൾ ഒരു 3080 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ സലാമത് ഖാൻ ടവർ എന്ന് പറയുന്നത് സലാമത് ഖാന്റെയും വൈഫിന്റെയും കൂടെ ചേർന്ന ശവകുടീരമാണെന്നാണ് പറയുന്നത്. അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പൊ നമ്മൾ ആ മല കയറാൻ സ്റ്റാർട്ട് ചെയ്ത് ഇനി മല കയറി മേളിൽ ഇപ്പൊ നമുക്ക് കാണുന്നില്ല, ടോമ്പില് ടവർ കാണുന്നില്ല. മേളിലോട്ട് പോവാം. അപ്പം ഇതും ഏകദേശം 7 നില കെട്ടിടമുള്ള 7 നിലയുള്ള ഒരു കെട്ടിടം പണിയാനായിരുന്നു ആദ്യം പദ്ധതി ഇട്ടിരുന്നത്. പക്ഷെ 3 വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയുള്ളെന്നാ പറയുന്നത്. ഇത് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒക്ടഗൺ ഷേപ്പാ, 8 സൈഡും പ്ലെയിൻ ആയിട്ടിരിക്കുന്നത്. ഏകദേശം 12 അടിയോളം ഉയരവും 100 മീറ്റർ വീതിയുമുള്ള ഒരു ടെറസ് പോലെ ആക്കി ഇട്ടേക്കുന്നത്. അതിനടിയിലാണ് ഈ ശവകുടീരം ഇരിക്കുന്നത്. ഈ ശവകുടീരത്തിനാണെങ്കിൽ കോണാകൃതിയിലുള്ള ദ്വാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം രാവിലെ സൺറൈസിന്റെ സമയത്തും സൺസെറ്റിന്റെ സമയത്തും അതിനകത്ത് സൂര്യപ്രകാശം ചെല്ലുമെന്നാ പറയുന്നത്. നല്ല രസം. വലിയ ഉണങ്ങിയിരിക്കുവന്നു ഇപ്പൊ. ഇലകളെല്ലാം കുറവ്, എല്ലാം കൂടുതൽ ഉണങ്ങി നിൽക്കുന്ന മാതിരി ഇരിക്കുന്നു. രസമുണ്ട് മേളിലോട്ട് വഴി കാണാൻ. ആൾക്കാരൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നു. ഇപ്പൊ സമയം 5 മണി ആവാറായി. 6 മണി വരെ കാണത്തുള്ളൂ തോന്നുന്നു അവിടുത്തെ ടൈമിങ്. നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സലാമത് ഖാൻ ടവർ. അതിന് 8 സൈഡുണ്ട്. എല്ലാ സൈഡിൽ നോക്കിയാലും നമുക്ക് ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് അവിടെ ഇങ്ങനെ കോണ് പോലെ വെച്ചേക്കുന്ന, അപ്പൊ അതിനകത്ത് സൂര്യപ്രകാശം കിട്ടും അതിനകത്തോട്ട്. അടിയില് ടോംബ് ഇരിക്കുന്നത്, ഏറ്റവും അടിയില് ബേസില് നമുക്ക് വിൻഡോയിൽ കാണാൻ പറ്റും. വീഡിയോയിൽ ഫോണിനകത്ത് കാണുന്നില്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പോഴും തിരക്കുണ്ട്. ചെറിയ കച്ചവടക്കാരും ഉണ്ട് ഇവിടെ. കോണും പേരക്കയും ഇത് വാങ്ങിച്ചോണ്ട് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റുമല്ലേ. ഇത് നമുക്ക് അകത്തോട്ട് എടുക്കാം. അപ്പൊ ഇവിടെ കോണ് വാങ്ങിക്കാൻ നിൽക്കുന്നത്
ഫോണൊക്കെ വാങ്ങിച്ച് ഇനി നമുക്ക് വെള്ളോട്ട് കയറി പോകാം. ഇതാണ് സലാമത്ത് ഖാൻ. फोटो നമ്മളങ്ങോട്ട് കയറുവാണ്. ദൂരെ നോക്കുമ്പോ ഒത്തിരി ചെറുതാണെങ്കിൽ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാ സൈഡിലും പോയി നിന്ന് നോക്കിയാലും നമുക്ക് ഒരുപോലെ തന്നെ തോന്നും ഇതിനകത്ത്. അതേപോലെ 8 സൈഡ് ഉണ്ട്, ഒക്ടഗൺ ഷേപ്പിലാണുള്ളത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ തിരക്ക് കൂടുതലുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഒന്നും ഇല്ല. ഇഷ്ടംപോലെ സമയത്ത് കയറി വന്ന് ഇവര് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അന്നേരം ഇവിടെ എല്ലാവരും വന്ന് ടിഫിനും ഒക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങള്. വൈകുന്നേരം ഈ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നടത്തുന്നത് നല്ലതാ. വരുന്നവരിങ്ങനെ പാട്ടൊക്കെ ഇട്ട് പാർട്ടിയൊക്കെ നടത്തി പോകുന്ന കാണുന്നുണ്ട്. ഇതിനകത്തോട്ടാണ് ടോംബ്, ഇതിനടിയില് തോന്നുന്നു. നല്ല കാറ്റാ ഇവിടെ കേട്ടോ. ഏറ്റവും ഒത്തിരി മുകളിലായതുകൊണ്ട് വിൻഡ്മില്ലൊക്കെ നല്ലോണം കറങ്ങുന്നുണ്ട്. എന്നാ പിന്നെ മേളിൽ കയറിയിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ പിന്നെ സമയം കഴിയും, അകത്തോട്ട് കയറ്റി വിടത്തില്ല. പിന്നെ 6 മണിയാകുമ്പോ ഇത് ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു. നമുക്ക് അതൊക്കെ എത്ര വലുതാന്നൊക്കെ ആൾക്കാർ അകത്തൂടെ പോകുമ്പോ നമുക്ക് മനസ്സിലാവേ അതിന്റെയൊക്കെ സൈസ് എത്രയുണ്ടെന്ന്. അബിയുടെ കോൺ ഇതുവരെ കഴിഞ്ഞില്ലയോ? ഇത് ഇതുപോലെ അകത്തെല്ലാം ഒരുപോലെ തന്നെ കേട്ടോ. ഇത് മേളില് ഇത് കല്ലും കൊണ്ട് ഉണ്ടാക്കിയതാ മൊത്തം. ഇത് മേളിലോട്ട് കയറാനുള്ള സ്റ്റെപ്സ് ഇതിനകത്താ. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ടോംബ്. വീഡിയോക്ക് അത് കാണുന്നില്ല, പക്ഷെ നമുക്ക് ഇവിടെ തുണിയിട്ട് മൂടിയിട്ടേക്കുന്നത് കാണാൻ പറ്റും. സ്റ്റെപ്സ് മേളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നു. കുഞ്ഞു സ്റ്റെപ്സാ, സൂക്ഷിച്ച് കയറി പോണം. അവിടെ ഞാൻ പറഞ്ഞില്ലേ അതിനകത്തൂടെ വെയില് അപ്പുറത്തെ സൈഡിൽ കൂടെ കേറുന്നുണ്ടായിരിക്കും. അതിനകത്ത് വെയിലായിട്ട് കിട്ടുന്നില്ല മുഖം. പിന്നെ കുഞ്ഞു സ്റ്റെപ്സാ, മേളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ അവര് ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റുള്ളൂ. കേറങ്കിട്ടെ 1580 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാ. ഇത് മൊത്തം കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്.
അബി ഇതുവരെ കോൺ കഴിച്ചു കഴിഞ്ഞില്ല. ഒരു കോണ് വാങ്ങിച്ചതാ, മണിക്കൂർ സമയം ഒത്തിരിയായി. ഇതിനകത്ത് കേറ് കേറ്, സൂക്ഷിച്ചേർന്നേ. സ്റ്റെപ്സ് ചെറുതാണ്, സൂക്ഷിച്ച്. അവിടെ മേളിൽ പോയി നിക്കണേ. വലിയ സ്റ്റെപ്പ്, ഭയങ്കര പൊക്കം. അവസാനം എത്തിപ്പറ്റി. എന്റെ ഇവിടുന്ന് നേരത്തെ തുറന്നു കിടക്കുമായിരുന്നു, ഇപ്പൊ ഇവിടെ ഇങ്ങനെ കമ്പി വല വെച്ചേക്കുന്ന. സേഫ്റ്റി റിക്വയർമെന്റ്സ് കുറച്ചുകൂടെ ഉണ്ടാക്കണം അവിടെ. നല്ല കാറ്റ്. ഇവിടെ നല്ല വ്യൂ ആണിത്. ഇവിടെ സിറ്റി മൊത്തം കാണാൻ പറ്റും. അവിടെ ഇരുന്നങ്ങ് കഴിക്കുവാണോ? അപ്പുറത്തോട്ട് പോയി നോക്കാൻ. താഴത്തെ പോലെ തന്നെ താഴെയാണോ മേളിലാണോ കൺഫ്യൂഷൻ തോന്നുന്നു. എല്ലാ സൈഡും ഒരുപോലെ, എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഒരുപോലെ തന്നെ തോന്നും. താഴോട്ടുള്ളത് കാണിക്കാം. വ്യൂ നിക്ക് നിക്ക് നിക്ക്, കണ്ടാ? പേടിയാവുന്നു, കാല് വിറയ്ക്കുന്നു. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒക്ടഗന്റെ ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും. മേളിലോട്ട് നോക്ക്. ഓ, മേളില് ടോമിന്റെ ആ ടവറിന്റെ ഷേപ്പ് അത്. എന്താ കാറ്റടിച്ചാ പറന്നു പോകും, നല്ല കാറ്റ് വീശുന്നു. നമുക്കൊന്ന് ചുറ്റി കറങ്ങിട്ട് വരാം. ബാബാ, ഇതെല്ലാം തുറന്നു നടക്കുന്നതോട് നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇവിടുത്തെ വ്യൂ എന്താന്ന് നോക്കാം. ഇവിടെ നമുക്ക് വിൻഡ്മില്ല് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്ട് വിൻഡ്മില്ല് കാറ്റടിക്കുന്നുണ്ട്, കറങ്ങുന്നുണ്ട്. അവിടെ കുറേ ഉണ്ട് വിൻഡ്മില്ല്. എന്താ താഴെ വീഴുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് വിൻഡോയില്. നോക്കട്ടെ, ഇവിടാണോ അവിടാണോ അടുത്ത്? കുറച്ചുകൂടെ അടുത്ത് അവിടെ ആയിരിക്കും. നമ്മള് കേറി വരുന്ന വാതിലിന് നേരെ ഉണ്ട്. അവര് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വലിയ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല. സെക്കൻഡ് ടൈം, തേർഡ് ടൈം എപ്പോ ഇവിടെ വരുന്നത്? നാലാമത്തെയാണോ? എല്ലാം ഏത് സൈഡിൽ പോയി നിന്ന് വീഡിയോ എടുത്താലും ഒരുപോലെ തോന്നത്തുള്ളല്ലേ. നേരത്തെ ഒക്കെ ആണെങ്കിൽ അവിടെ മേളിൽ കയറാൻ 3ാമത്തെ നിലയിലും പോകാൻ പറ്റുമായിരുന്നു. പിന്നെ അത് അവിടെ കല്ല് വെച്ച് അടച്ചത്. എവിടെ
അതാണ്ട് ഇവിടെ ഡോർ ഉണ്ടായിരുന്നു മേളിലോട്ട് മൂന്നാമത്തെ നിലയിലോട്ട് കയറി പോവാൻ. ഇപ്പൊ അത് പൂട്ടിയിട്ടേക്കുന്നു. അല്ല ആ വാടൊക്കെ തുറന്നു കിടക്കുമായിരുന്നു. പിന്നെ അത് കട്ടയൊക്കെ വെച്ച് ക്ലോസ് ചെയ്തത്. ഈ ഹോളുകളൊക്കെ കിടക്കുന്നത് മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം ഇറങ്ങുന്നത് പോകാനും ഒക്കെയുള്ള ഹോളായത്. അതാ മഴ പെയ്യുമ്പോഴുള്ള വെള്ളം പോകാനൊക്കെ ഉള്ളത്. എല്ലാം വെള്ളം അകത്ത് കയറത്തില്ലേ? കല്ലും കൊണ്ട് എത്ര പാടുപെട്ടായിരിക്കും ഇത് കെട്ടി വെച്ചേക്കുന്നതില്. എത്ര വലിയ കല്ലുകള്. സ്റ്റെപ്പിന്റെ അടുത്തങ്ങോട്ട് പോകുന്ന വഴിയായിട്ട് അവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട് എയർ കിട്ടാൻ വേണ്ടിട്ട്. നമ്മൾ അങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. സൂക്ഷിച്ചിറങ്ങണം, പതുക്കെ പതുക്കെ ഇറങ്ങണം. പിടിച്ച് പിടിച്ച് ഭിത്തിയില് പിടിച്ചിറങ്ങ, പിടിച്ച് രണ്ട് സൈഡിലാ. ഇരുന്നിറങ്ങിയാലും മതി, കുഴപ്പമില്ല. പതുക്കെ ഇറങ്ങണേ. രണ്ട് കാലും ഒരു സ്റ്റെപ്പേ വെച്ചിറങ്ങിയാ മതി. ഓ, രക്ഷപ്പെട്ടു. അഭി താഴെ ചാടി. കേറാൻ നോക്കണ്ട, സ്റ്റെപ്പ് വഴി കയറി വാ. വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര്. ആ, പിന്നെ ഇതിന്റെ എല്ലാ സൈഡിനും ഇല്ല, രണ്ട് സൈഡിനും ഉള്ളെന്ന് തോന്നുന്ന ഹോളുള്ളത്. മമ്മിക്ക് ഹൈഡിന്ന് പേടിയാണ്. നമ്മളിനി തിരിച്ചു പോവാണ്.
നമ്മൾ സലാമത്ത് ഖാൻ ടവറിനോട് വിട പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. സന്ധ്യയാവുന്നു, ഇരുട്ടാറാവുന്നു. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.